എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പ്രിയാമണിക്കും സുചിത്രയ്ക്കും ഒരു സംശയം, ശരിക്കും സ്വപ്നവല്ലി ഇഷിതയ്ക്ക് പണി കൊടുത്തതാണോ, അതുകൊണ്ടാണോ ഇഷിത മദ്യപിച്ച് ലക്ക് കേട്ട പോലെ വന്നത് എന്നൊക്കെ ഒരു സംശയം കേട്ടോ. അന്നേരം മാഷ് പറയുന്നുണ്ട് ഇതെന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ആർക്ക് പണി കൊടുത്തതാണെന്ന് ഇപ്പോൾ അറിയത്തില്ല, ഏതായാലും കിട്ടേണ്ടവർക്കൊക്കെ നന്നായിട്ട് കിട്ടി എന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ദേഷ്യത്തോടെ മനസ്സിനെ അങ്ങോട്ട് വന്നത്. അന്നേരം പെട്ടെന്ന് ചാടി എഴുന്നേക്കും പ്രിയാമണി, എന്നിട്ട് പറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റില്ലെന്നാണ് കരുതിയത്, അല്ലെങ്കിൽ ഞാൻ ചായ കൊണ്ടുവന്നേനെ എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേക്കാതിരിക്കാനുള്ളതൊക്കെ മോള് തന്നായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കൂലേ എന്ന് പറയും. അന്നേരം പ്രിയാമണി പറയുന്നുണ്ട് അവൾ അറിഞ്ഞുകൊണ്ടല്ല, അവൾ ഇന്നലെ എന്തോ മരുന്ന് മാറിക്കഴിച്ച് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ അങ്ങനെയൊക്കെ ചെയ്തതാണ് എന്ന് പറയും. അന്നേരം മനസ്സിന് പറയുന്നുണ്ട് എന്താണെങ്കിലും അവൾക്ക് ചെയ്യാനുള്ളത് അവൾ ചെയ്തല്ലോ, എൻ്റെ മുഖത്തടിച്ചു, അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറയും. അന്നേരവും പ്രിയാമണിയും മാഷും പറയുന്നുണ്ട് ഒരു അബദ്ധം പറ്റിയതാണ്, മരുന്ന് കഴിച്ചപ്പം ബോധമില്ലാതെ വന്നുകൊണ്ട് ചെയ്തതല്ലാതെ അവൾ ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല, ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പം മനസ്സിന് പറയുന്നുണ്ട് അവൾ എന്നോട് ചെയ്തത് മൊത്തം ക്ഷമിച്ചിട്ടാണ് ഞാൻ അവളുടെ കല്യാണത്തിന് വന്നു കൂടിയത്. അവൾ എന്നോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ആദ്യം എൻ്റെ മകനെ പ്രണയിച്ച് പറ്റിച്ചു, അവൾക്ക് കുഞ്ഞുണ്ടാകില്ല എന്നറിഞ്ഞപ്പോഴാണ് അവൻ വേണ്ടാന്ന് വെച്ചത്. അതിനുശേഷം എൻ്റെ മോനെ ഒരു കുഞ്ഞുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ അവൾ നശിപ്പിച്ചു. ഇതെല്ലാം ഞാൻ ക്ഷമിച്ചതല്ലായിരുന്നു, പക്ഷേ ഇത് ഞാൻ ക്ഷമിക്കത്തില്ല. ഏതായാലും കിട്ടാനുള്ളതൊക്കെ ഞാൻ മേടിച്ച് സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് തരാനുള്ളതല്ലേ, അത് ഞാൻ അവസരം കിട്ടുമ്പോൾ തന്നോളാം എന്നൊക്കെ പറയും. അന്നേരവും പ്രിയാമണി പറയും ക്ഷമിക്കണം, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്ന് ക്ഷമ പറയിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്ഷമയും പറയിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഞാൻ സ്വീകരിച്ചു എന്നങ്ങ് അവളോട് പറഞ്ഞേരെ, എന്നെങ്കിലും വീഴുമല്ലോ അന്ന് ഞാൻ ഇതിനെല്ലാം മറുപടി പറഞ്ഞോളാം. പിന്നെ നിങ്ങളുടെ ഒരു മോളൂടെ എൻ്റെ വീട്ടിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്, എനിക്ക് കിട്ടിയതിന് ഞാൻ അവിടെ കൊടുത്തോളാം. ഞാൻ വീട്ടിലോട്ട് ചെന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ മൂത്ത മോളുടെ കരച്ചിൽ ഞാൻ കേൾപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് മനസ്സിനെ ഇറങ്ങി പോകുന്നത്. അന്തേക്കും ആകെ സങ്കടം വന്നിട്ട് പ്രിയാമണി വന്നിട്ട് പറയുന്നുണ്ട് മാഷെ അവർ പറഞ്ഞിട്ട് പോയത് കേട്ടോ, എനിക്ക് പേടിയാവുക, അഷിതയുടെ കാര്യം തീരുമാനമായെന്ന് തോന്നുന്നേ എന്നൊക്കെ പറയും. അന്നേരം സുചിത്ര പറയുന്നുണ്ട് ഇങ്ങനെ പേടിക്കാതെ ഇളയമേ, അവിടെ ചെന്ന് അഷിതേച്ച് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സുചിത്ര അങ്ങോട്ട് ചെല്ലും, എന്താ ചെയ്യേണ്ടത് എന്ന് സുചിത്രയ്ക്ക് നന്നായിട്ട് അറിയാം. അമ്മായിമ്മ പോരിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, അതിങ്ങനെയുള്ള മനസ്സിനുമാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മളതങ്ങ് മനസ്സിലാക്കി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് സുചിത്ര അങ്ങോട്ട് പോകും. അന്നേരം പ്രിയാമണി ചോദിക്കും ഇവിടെ എന്തൊക്കെയോ മാഷി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ശബ്ദം, അത് നിനക്ക് മനസ്സിലാവില്ല, നീ പോയി ഒരു ചായ എടുക്കുക എന്ന് പറയുവാണ് മാഷ്. പിന്നെ കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത രാവിലെ എഴുന്നേറ്റിട്ടില്ല, ആ ഹാങ് ഓവറിൽ കിടന്ന് ഉറങ്ങുവാണ്. പക്ഷേ മഹേഷ് എഴുന്നേറ്റു. മഹേഷിൻ്റെ മുഖത്തിൻ്റെ തല്ല് കിട്ടിയെടുത്ത് നല്ല വേദനയാണ്. പയ്യെ മുഖത്ത് പിടിച്ച് ഞെക്കിയൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് തന്നെത്താനെ ഇങ്ങനെ പറയുവാണ് താടി ഉള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ട് പുറത്തുള്ളവർ അറിയില്ല, അത് തന്നെ നല്ല ഭാഗ്യം. ഈ സാധനം ഇങ്ങനത്തെ കിളുന്ത് കൈയും വെച്ച് ഈ മാതിരി അടിയടിക്കുന്ന ആരെങ്കിലും കരുതിയോ, എന്നാ ശക്തി ആ അടിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് പയ്യെ അടുത്ത് പോയി ആ കൈ പയ്യെ പിടിച്ച് പൊക്കി നോക്കും, ഈ കൈയിൽ നിന്നാണോ അത്രയും ശക്തിയുള്ള സ്മാഷ് വന്നത് എന്നൊക്കെ ഇങ്ങനെ തന്നെത്താനെ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേക്കും പെട്ടെന്ന് ഇഷിത എഴുന്നേക്കും. അന്നേരം ചാടി ബാക്കിലിരിക്കുന്ന സോഫയിലേക്ക് മാറിയിരിക്കുവേ. എന്നിട്ട് നമസ്കാരം, ഒന്ന് തല പൊക്കി നോക്കിയേ, തല പൊങ്ങുമോയെന്ന്, തനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയാലോ എന്നൊക്കെ പറയും. അന്നേരം ഇഷിത പയ്യെ എഴുന്നേക്കുന്നെങ്കിൽ തലയ്ക്ക് ഭയങ്കര വെയിറ്റാണ്. അന്നേരം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തലവേദന മാത്രമേ ഉള്ളൂ എന്ന് വയ്ക്കും. ഞാൻ തലവേദന മാത്രമല്ല ഉറക്കവും വരുന്നുണ്ട് എന്ന് പറയും. അന്നേരം മഹേഷ് പറയുന്നുണ്ട് ഇതാണ് മദ്യപിച്ച് കഴിഞ്ഞാലുള്ള പരിണിത ഫലം, അതിൻ്റെ പുറകെ വരുന്നതാണ് ഇതുപോലെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമോ മദ്യപിക്കുമ്പം. ഞാൻ മദ്യപിച്ച് വരുമ്പോൾ ഇതുമെല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഇനി എന്തെങ്കിലും വേണോ തമ്പുരാട്ടിക്ക് എന്ന് ചോദിക്കുമ്പം അത് ഈ തലവേദന മാറാനുള്ള ഒരു ടാബ്ലറ്റ് എടുത്ത് തരാമോ എന്ന് ചോദിക്കും. ഏതായാലും ടാബ്ലറ്റും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് മഹേഷ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെയാണ് മദ്യപിച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, ഞാൻ മദ്യപിച്ച് വരുമ്പം ഇതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ, എന്നോട് ദേഷ്യപ്പെടുകയല്ലേ ചെയ്യാറുള്ളൂ, ഇങ്ങനെ ഓരോ കഷ്ടപ്പാടുണ്ട് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൂടി എടുത്തുകൊണ്ട് കൊടുക്കും. മദ്യപിച്ച് കഴിഞ്ഞ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, ആ ഹാങ് ഓവർ നന്നായിട്ട് അങ്ങ് മാറട്ടെ എന്ന് പറയും. എന്നിട്ട് മഹേഷ് പറയുവാണ് ഒരാൾ മദ്യപിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെയൊക്കെയാണ് പരിചരിക്കേണ്ടതെന്ന് ഇപ്പം മനസ്സിലായല്ലോ, ഇനി ഞാനിങ്ങനെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തു തന്നോണം എന്ന് പറയും. എന്തെങ്കിലും ഇഷിത സോറി പറയുമ്പോൾ സോറി ഒന്നും പറയണ്ട, ഇന്ന് വൈകിട്ട് ഞാൻ മദ്യപിച്ച് വരും, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി പറയാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആകാൻ പറയും ഇഷിതയോട്. മഹേഷ് പോയി കഴിയുമ്പോഴേക്കും ഇഷിതയ്ക്ക് ആകെ ചമ്മലാണ്. ഇഷിത ഓർക്കും എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കുമെന്ന്. ഈ സമയം ബാക്കി എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും കേട്ടോ. ഇഷിത എഴുന്നേറ്റിട്ടില്ലോ, ക്ഷീണം കാരണം. രാമൻ ചോദിക്കുന്നുണ്ട് ഞാൻ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ച സാധനം എങ്ങനെയാണ് മോളുടെ കയ്യിൽ ചെയ്യുന്നതെന്ന്. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട് അതെ, എനിക്ക് മുട്ടുവേദന ആയതുകൊണ്ട് ഒരു പെഗ് അടിക്കാം എന്നോർത്ത് ഞാനത് എടുത്തുകൊണ്ട് വന്നതാണ് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക്. അന്നേരമാണ് രാമൻ അവിടെ കിടന്ന് ബഹളം വെച്ചത്. അന്നേരം ഞാനത് ഫ്രിഡ്ജ് വെച്ചിട്ട് അങ്ങ് പോന്നു. ഇഷിത ചെന്ന് നോക്കിയപ്പോൾ വെള്ളമാണെന്ന് തോന്നിക്കാണോ, അങ്ങനെയായിരിക്കും ഇഷിത എടുത്ത് കുടിച്ചത് എന്ന്
സ്വപ്നവല്ലി പറയും. അന്നേരം മഞ്ജിമ പറയുന്നുണ്ട്, ശരിക്കും അവൾ പൂസായിട്ട് തന്നെയാണോ അടിച്ചത്, ശരിക്കും അവൾ മനസ്സിൽ വെച്ച് തല്ലുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ സ്വപ്നവല്ലി പറയുന്നുണ്ട് കേട്ടോ. അന്നേരമാണ് അങ്ങോട്ടേക്ക് മഹേഷ് ഇറങ്ങി വരുന്നത്. അന്നേരം മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, ഇഷിതയ്ക്ക് എങ്ങനെയുണ്ട്, അവൾക്ക് ശരിയായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര തലവേദനയാണ്, തല പൊക്കാൻ പോലും മേലാന്ന് പറഞ്ഞ് ഇരിപ്പുണ്ട് പാവം എന്നിങ്ങനെ പറയും കേട്ടോ മഹേഷ്. അത് ഇഷ്ടപ്പെടില്ല മഞ്ജിമയ്ക്ക്. അപ്പോൾ മഞ്ജിമ, ഇത് മൊത്തം അവൾ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് മഞ്ജിമ പറയുന്നു. എന്നിട്ട് മഹേഷിനോട് ചോദിക്കുകയാണ്, അതെ ഇഷിതയ്ക്ക് രാവിലെ 2 സ്മോൾ കൊടുക്കാൻ മേലായിരുന്നോടാ നിനക്കെന്ന്. അന്നേരം രാമൻ പറയും, നീ കൊണ്ട് കൊടുക്കുന്ന. ഞാൻ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഇന്നലെ കിട്ടിയതൊന്നും പോരെ, ഇനിയും വേണമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജിമ പയ്യെ അവിടെ അങ്ങ് ഇരിക്കും. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് അങ്ങോട്ട് ഇഷിത ഇറങ്ങി വരുന്നത്. ഇഷിതയ്ക്ക് ഭയങ്കര ചമ്മലാട്ടോ. അന്നേരം എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയും. അന്നേരം ചിപ്പിമോൾ പറയും, അതെ ഞാനിവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്ന് വിളിച്ച് പറയുമ്പോൾ ചിപ്പിമോൾക്കും ഗുഡ് മോർണിംഗ് പറയും. അന്നേരം സ്വപ്നവല്ലി ചോദിക്കും, എന്താ മോളെ ഒരു ക്ഷീണം പോലെ, എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുക എന്നിങ്ങനെ സ്വപ്നവല്ലി പറയുമ്പം ഇഷിത പറയുന്നുണ്ട്, എന്തോ തലയ്ക്ക് ഭയങ്കര കനം പോലെ എന്ന് പറയും. അന്നേരം എങ്ങനെയാ മനുഷ്യനെ തലക്കാനും വന്നേന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് സ്വപ്നവല്ലി. അന്നേരം ഇങ്ങനെ ചമ്മി നിൽക്കുവാണല്ലോ നമ്മുടെ ഇഷിത. അന്നേരം ചിപ്പിമോൾ ചോദിക്കും, എന്നാ അമ്മ ഈ സ്മോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. അന്നേരം അത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ പയ്യെ ഇഷിത മോളെ അങ്ങ് മാറ്റി സോഫയെ കൊണ്ടിരുത്തും. എന്നിട്ട് പറയുന്നുണ്ട്, അത് വലിയ ആൾക്കാർ നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിക്കില്ലേ അതുപോലെ കഴിക്കുന്ന, അത് കുട്ടികൾ കഴിക്കാൻ പാടില്ല, അങ്ങനെ കഴിക്കുന്നവരുടെ അടുത്ത് പോയി നിൽക്കാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഓ അങ്ങനത്തെ സാധനം, അത് അച്ഛമ്മയും കഴിക്കാറുണ്ടല്ലോ, ഞാൻ കാണാറുണ്ട് എന്ന് ചിപ്പിമോൾ പറയും. അന്നേരം മഞ്ജിമ പറയും, ഇതൊക്കെ പുതിയ ഓരോ ആൾക്കാർ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതാ മോളെ എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സ്വപ്നവല്ലി മഹേഷിൻ്റെ മുഖത്തെ ആ പാട് കാണുന്നത്. അന്നേരം, അയ്യോ നിൻ്റെ മുഖത്ത് എന്താണ് ഒരു പാട്, ഇത് എന്ത് പറ്റിയതാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മഹേഷ് പറയും, അതൊരു ഭ്രാന്തി ഇന്നലെ തല്ലിയതാന്ന് പറയുമ്പോൾ, ഭ്രാന്തി മോനെ തല്ലിയോ, അന്നേരം നിനക്ക് അങ്ങ് തിരിച്ചു കൊടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. കൊടുത്തൊന്നുമില്ല എന്ന് പറയും. അന്നേരം എന്ത് പറ്റിയിട്ടാടാ, എന്ത് കാണിച്ചിട്ടാടാ അവർ നിന്നെ തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മ ഞാൻ ചുമ്മാ പറഞ്ഞത്, ഇത് അലർജിയാന്ന് പറയുമ്പോൾ, അലർജിയാണോ, എനിക്ക് അതിന് മരുന്നില്ലേ ഇഷിത മോളെ എന്ന് ചോദിക്കുവാണ് രാമൻ. അന്നേരം ഇതിന് മരുന്ന് ഞാൻ കൊടുത്തോളാം എന്ന് ഇഷിത പറയുന്നുണ്ട്. അന്തേക്കും ചിപ്പിമോൾ പറയുന്നുണ്ട്, ഈ പ്രാവശ്യം എനിക്ക് പേരൻസ് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ 2 പേരും വരുമോ എന്ന് ചോദിക്കുമ്പം, അതിനെന്താ പ്രശ്നം, ഞങ്ങൾ 2 പേരും വരും മോളുടെ ഈ പ്രാവശ്യത്തെ പേരൻസ് മീറ്റിങ്ങിന്, നമുക്കത് അടിപൊളിയാക്കണം എന്ന് പറയുവാണ് മഹേഷ്. എന്നിട്ട് പറയും, മോളെ ഞാൻ തന്നെ വണ്ടി കയറ്റി വിടാം കേട്ടോ, അച്ഛൻ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും പയ്യെ എഴുന്നേറ്റ് വരുന്ന ഇഷിത മഹേഷിൻ്റെ പുറകെ പിടിച്ചെന്നുള്ളൂ. മഹേഷ് തിരിച്ചെന്നുള്ളൂ. അന്നേരം ഇവർ 2 പേരും എന്ന് പറഞ്ഞ് കരയുന്ന കേൾക്കുന്നതേക്കും സ്വപ്നവല്ലി ചോദിക്കും, ഇതെന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെ എല്ലാ ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ കാണും എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് റൂമിലോട്ട് കയറി പോവുക. പിന്നെ കാണിക്കുന്നത് ഇഷിതയുടെ വീടാണ്. അവർ 2 പേരും തലേ ദിവസത്തെ നമ്മുടെ ഇഷിതയുടെ പ്രകടനത്തെപ്പറ്റി പറയുവാണ്. അതുപോലെ സ്വപ്നവല്ലി കൊടുത്ത ഗിഫ്റ്റ് തുറന്നു നോക്കുന്നുണ്ട്. അന്നേരം അതൊരു സ്റ്റീൽ പാത്രമാണ്. അതിനകത്ത് ആശംസ എഴുതിയിരിക്കുന്നത് ഹാപ്പി മാരീഡ് ലൈഫ് മഹേഷ് എന്നാണ്. അത് മഹേഷിൻ്റെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് പൊതിഞ്ഞെടുത്തുകൊണ്ട് കൊണ്ട് കൊടുത്തതാണ്. എന്നിട്ട് സ്വപ്നവല്ലി പറഞ്ഞത് എന്താ, ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ഗിഫ്റ്റ് കിട്ടിയതെന്നല്ലേ. അതിനെപ്പറ്റിയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ സ്വപ്നവല്ലി ഉടായ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇഷിതയുടെ പ്രകടനത്തെക്കുറിച്ചൊക്കെ പറയുമ്പം നമ്മുടെ പ്രിയാമണി പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനസ്സുവിനിയുടെ കർണം നോക്കി ഒരെണ്ണം കൊടുത്തില്ലേ, അതാ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പം മാഷ് പറയുന്നുണ്ട്, മനസ്സുവിനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആവശ്യത്തിന് കൊടുത്തു, ഏതായാലും നല്ല കാര്യമായി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ പ്രിയാമണി പറയുന്നുണ്ട്, മനസ്സുവിനി ഓരോന്ന് ഇഷിതയെ പറഞ്ഞപ്പം മഹേഷ് പറഞ്ഞു കേട്ടോ, എൻ്റെ മോളുടെ കൂടെ നിന്നു അവൻ, ഏതായാലും അവനൊരാണാ, എൻ്റെ മോനാ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറയുവാണ് പ്രിയാമണി. അന്നേരം മാഷ് പറയുന്നുണ്ട്, സ്വപ്നവല്ലി കേൾക്കണ്ട കേട്ടോ എന്ന്. അന്നേരമാണ് അങ്ങോട്ടേക്ക് ഇഷിത കയറി വരുന്നത്. ഇഷിതയ്ക്ക് നല്ല ചമ്മലുണ്ട്. ഇഷിത കയറി വരുന്നത് അവർ ചോദിക്കും, എന്താ മോളെ ശരിയായോ, ഇനി എന്തെങ്കിലും കഴിക്കണോ ശരിയാകണമെങ്കിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്ന് പോ അച്ഛാ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, അച്ഛനെ ഞാൻ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന്. അന്നേരം പ്രിയാമണി പറയും, അച്ഛനെ അല്ല എന്നെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ, അമ്മയെ പറഞ്ഞ് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അച്ഛനെ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയും. പിന്നെ സുചിത്രയുടെ അടുത്തോട്ട് ചെല്ലുന്നു. സുചിത്ര അപ്പം വിനോദിനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വിനോദ് പറഞ്ഞോന്ന് ഇഷിതയോട് ട്രീറ്റ് ചെയ്യണമെന്ന്, ഈ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ അവിടെ ഇരുന്ന് അവർ കുറച്ച് കുശലമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അന്നത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ മഹേഷും വരും. മഹേഷ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കയറിയതാണ് അങ്ങോട്ട്. അന്നേരം കാപ്പി എടുക്കണോ മോനെ എന്നൊക്കെ ഭയങ്കര സ്നേഹത്തോട് ചോദിക്കുന്നുണ്ട് പ്രിയാമണി. അന്നേരം വേണ്ട ഞാൻ ഇറങ്ങാൻ പോവാ, ഇഷിത എന്തെന്ന് ചോദിക്കും. അന്നേരം ഇഷിതയെ വിളിക്കും. അന്നേരം ഇഷിതയോട് ചോദിക്കുവാണ് മഹേഷ്, എങ്ങനെയാണ് താൻ ഓക്കെ ആയോ, ഞാൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു, ഓക്കെ ആയോ താൻ എന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് ഇങ്ങനെ ഇഷിത പറയും. അന്നേരമാണ് പ്രിയാമണി മഹേഷിൻ്റെ മുഖത്തെ ആ പാട് കാണുന്നത്. അന്നേരം അയ്യോ ഇത് എന്ത് പറ്റിയതാ മോനെ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ പയ്യെ ഇഷിതയെ നോക്കുന്നതെങ്കിൽ ഇഷിത പറയല്ലേ എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുമ്പം ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് നോക്കി ഇങ്ങനെ നിൽക്കുന്ന മഹേഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.